നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും പ്രീ പ്രൈമറി വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനവും CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്പോർട്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് മഹാത്മാ മൈതാനത്ത് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. UDF നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനവും പ്രീ പ്രൈമറി വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനവും CC മുകുന്ദൻ MLA നിർവഹിച്ചു. സ്റ്റാർസ് ഫണ്ട് 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഡീഷണൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത്. 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രീ പ്രൈമറി വർണ്ണ കൂടാരം യാഥാർത്ഥ്യമാകുന്നത്. പ്രതികളെ എങ്ങനെ സംരക്ഷിക്കണം, അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനൊരു ക്യാമ്പ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇത്ര വനിത പ്രവർത്തകർ എത്തിച്ചേർന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വനിതകൾ വളരെ പ്രതീക്ഷകളെ അവിടെ എത്തിച്ചേർക്കാം. എല്ലാ ഭാഗത്തും ഇഷ്ടംപോലെ വനിതാ പ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ ബ്ലഡ് പരിശോധന നടത്താറുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കുള്ള കുറവ് ആ ബ്ലഡിലുള്ള പരിശോധന അവർക്ക് ആവശ്യമായ കിറ്റ് അവരുടെ ജന്മത്തിനാണ് ഞാൻ പോയത്. അവിടെ നമുക്ക് അവരുടെ ആഗ്രഹം താല്പര്യവും ചില നമ്മുടെ നമ്മുടെ ആണുങ്ങൾ ഒരു കാര്യം പറയും, പെണ്ണുങ്ങൾക്ക് മാത്രം പോരാ, ഞങ്ങളുടെ പുരുഷന്മാർക്ക് അന്ന് വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആരെയും അവർക്ക് എന്തായാലും നമ്മുടെ മേഖലയിൽ സർക്കാരിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പഞ്ചായത്തുകളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അവർക്ക് കിറ്റ് കൊടുക്കണം. കുട്ടികൾക്കെന്തെങ്കിലും കിട്ടാവുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ നോമ്പ് കൊടുക്കുന്നതിന് അറിയാമ സ്ത്രീകൾക്ക് രക്തം ശരീരത്തിലുണ്ടാകുന്നതിന് ആവശ്യമായ ശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായ കിറ്റാണ് കൊടുക്കുന്നത്. ഏകദേശം ആ കിറ്റിന് 100,000 രൂപയോളം കിട്ടും. 200ഓളം പേര് അത് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനായി അവരുടെ നമ്മളെ വനിതാ പ്രവർത്തന സംരക്ഷിക്കുന്നതിനായി നമ്മുടെ വനിതാ പ്രസിഡന്റായിട്ടുള്ള പാവം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ഒരു വ്യാപകപരമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്നും കണ്ടിട്ട് മാത്രമല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഈ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം 112ഓളം വർഷം പഴക്കമുള്ള കെട്ടിടമായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ. അപ്പോൾ അത് ഞങ്ങൾ പഞ്ചായത്ത് ഞങ്ങളോടത്ത് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് 1 കോടി രൂപ അദ്ദേഹം അനുവദിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ SSKയുടെ ഫണ്ട് 10 ലക്ഷം രൂപയും ഭരണകൂടാരത്തിന് SSKയുടെ ഫണ്ട് 30 ലക്ഷം രൂപയും ഭരണകൂടാരത്തിന് 10 ലക്ഷം രൂപയും നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രവേശനോത്സവം ആവുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം പണി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് പറയാൻ കഴിയുന്നത്. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P. പോൾ, K. പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, SSK DPO NK രമേശ്, BRC BPC KR ബിനി, PTA പ്രസിഡന്റ് സുമിത സുരേഷ്, പ്രധാന അധ്യാപിക TK ശ്രീജ, അധ്യാപിക CA ഷീജ, സെക്രട്ടറി രമ്യ P. സുശീൽ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ്, ആരോമൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്പോർട്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് മഹാത്മാ മൈതാനത്ത് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് ചേർത്ത്. ഒന്നല്ല, ഏറ്റവും ഒന്നാമത്തെ യൂണിറ്റാണ് ഞാൻ ചേർത്ത്. എന്നാൽ നമ്മുടെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നു, സ്പോർട്സ് രംഗത്ത് നമുക്ക് കമ്മിറ്റികൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ കോടാലി യൂണിറ്റിലൊക്കെ അതിനൊരു ദിവസം തന്നെ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. കുടുംബ സംഗമത്തിൻ്റെ ദിവസം അന്ന് കാലത്ത് തൊട്ട് സ്പോർട്സ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മത്സരങ്ങൾ ആരംഭിക്കണം, കാലത്ത് തൊട്ട് ആരംഭിക്കണം. അതേമാതിരി ഉള്ള ഒരു നേട്ടത്തിലേക്ക് നമുക്കും ആ രീതിയിൽ സ്പോർട്സ് രംഗത്ത് വ്യാപാരികളുടെ ആരോഗ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചത്. സ്പോർട്സ് ഗ്രൂപ്പ് കൺവീനറും ദേശീയ മാസ്റ്റേഴ്സ് താരവുമായ NK മുരളീധരൻ, സെക്രട്ടറി അരുൺ, ട്രഷറർ മോഹനൻ, KVVES ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP വോഗീസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, വനിതാ വിംഗ് സെക്രട്ടറി വിജി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. UDF നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒട്ടേറെ യുവജന നേതാക്കൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ തന്നെ ഒട്ടേറെ പേര് ജനപ്രതിനിധികളായിട്ട് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉൾപ്പെടെ ഉള്ള നേതാക്കളൊക്കെ തന്നെ കേരളത്തിൻ്റെ നിയമസഭയിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്, യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർവഹിക്കാനുണ്ട് എന്നതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് ഞാനും നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് AV യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് മുഖ്യാതിഥിയായി. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, CK വിനോദ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, M സുജിത് കുമാർ, സുജീഷ കള്ളിയത്ത്, P സന്ദീപ്, ബാലു കനാൽ, കിരൺ തോമസ്, പ്രദീപ് വലിയങ്ങോട്ട്, VN സുരേഷ് എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം സംഘകലാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാർലം കർഷക നഗറിൽ സ്ഥാപിച്ച ബ്ലിങ്ക് ലൈറ്റ്, കോൺവെക്സ് മിറർ എന്നിവയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. റോഡ് സുരക്ഷയുടെ ഭാഗമായാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബ്ലിങ്കർ ലൈറ്റും കോൺവെക്സ് മിററും സ്ഥാപിച്ചത്. നമ്മുടെ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, പുറത്തുനിന്നൊക്കെ കുട്ടികൾ ട്യൂഷൻ സെന്ററിലേക്കൊക്കെ ഇഷ്ടംപോലെ ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ അവർക്ക് ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഭാഗം ഇവിടെ ഇത്തിരി ലൈറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ അപകട സാധ്യത കൂടുതലാണ്. മൂന്ന് സെൻറ്ററും പിന്നെ കോർണറിൽ നിന്നും അമ്മാടത്തു നിന്നും പ്രയർന്നു വരുന്ന വണ്ടികൾ ഒക്കെ വന്ന് ചേർന്ന സ്ഥലമായതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലിങ്കിങ് ലൈറ്റ് ഇവിടെ സംഘകല ക്ലബ്ബ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന് ഇവർക്ക് എല്ലാവിധ ആശംസകളും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം വിദ്യാനന്ദൻ, ബ്ലോക്ക് സെക്രട്ടറി അലക്സ് പാനിക്കുളം, ട്രഷറർ MP പ്രവിത്ത, ബൈജു, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് KP സുഭാഷ് എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് ഫയർ ഓഫീസർ AL ലാസർ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. കൊടകര കുഴൽപ്പണ കേസിൽ നിന്ന് BJP നേതാക്കളെ സംരക്ഷിക്കാൻ ED കള്ളക്കളി നടത്തുന്നുവെന്നാരോപിച്ച് CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രതിഷേധ യോഗം ചേർന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ഏതാണ്ട് കത്തിനിന്ന സമയമായിരുന്നു 2020-21 കാലഘട്ടങ്ങളെല്ലാം എന്ന് നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് ജനസാന്ദ്രത കുറഞ്ഞ ഒരു ഘട്ടത്തിൽ വാഹന ഗതാഗതമെല്ലാം തന്നെ പരിമിതപ്പെടുന്നതായിട്ടുള്ള ഘട്ടത്തിലെല്ലാം തന്നെയാണ് പോലീസിന്റെ ഒരു സാധാരണ പരിശോധനയിൽ ഏതാണ്ട് 4 കോടി രൂപയിലധികമായിക്കൊണ്ട് കൊടകര പ്രദേശത്ത് നിന്ന് BJPയുടെ ജില്ലയിലെ തന്നെ മുൻനിര നേതാക്കന്മാരും പ്രവർത്തകരും അടങ്ങിയ ആളുകളെ തൊണ്ടി മുതലോടെ കയ്യോടെ കേരള പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. യാതൊരു തെളിവുമില്ലാതെയല്ല BJPയുടെ നേതാക്കളെ കക്ഷി ചേർത്തത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 കോടി രൂപയിലധികം കള്ളപ്പണവുമായിക്കൊണ്ട്, കുഴൽപ്പണവുമായിക്കൊണ്ട്
ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി കേരള പോലീസ് വിപുലമായ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വരെ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ അടക്കം പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യമാണ് പിന്നീട് കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ കുഴൽപ്പണ കേസിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ ഈ പണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല എന്നും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു മൾട്ടി സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് അന്തർ സംസ്ഥാന ബന്ധം ആരോപിക്കാവുന്നതും അതുപോലെ തന്നെ കുഴൽപ്പണവും കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് അന്വേഷിക്കുന്നതിന് കേരള പോലീസിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് കേരള പോലീസ് തന്നെ സ്വയം പറഞ്ഞുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സർക്കാർ ഈ കേസ് ശുപാർശ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, VG വനജകുമാരി, ചേർപ്പ് ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ എന്നിവർ സംസാരിച്ചു. പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, ക്ഷേത്രം ചുമതലക്കാരായ പിരാരത്ത്, തലപ്പുറത്ത് തറവാടുകളുടെ പ്രതിനിധികളായ ഗീതാനന്ദനും കൃഷ്ണകുമാറിനും നൽകി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഹരീഷ് തിരുമേനി, ഉപദേശക സമിതി സെക്രട്ടറി സുനിൽ പണിക്കശ്ശേരി, KG ചന്ദ്രൻ, MG മനോജ്, AC അനിൽകുമാർ, മല്ലിക മോഹൻ എന്നിവർ പങ്കെടുത്തു. 2025 മേട മാസത്തിലെ ഭരണി ഏപ്രിൽ 28 തീയതി ആണ്. അതിൻ്റെ കൊടിയേറ്റം ഏപ്രിൽ 21 തീയതി മുതൽ 29 തീയതി വരെയാണ് അതിൻ്റെ കൊടിയേറ്റം. അതുപോലെ തന്നെ ഉത്സവം 29 തീയതി കാർത്തിക വേലയോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ അഷ്ടമംഗല്യ ചാർട്ട് പ്രകാരം നമ്മൾ അന്ന് ജ്യോതിഷൻ പറഞ്ഞത് പ്രകാരം ആ ചാർട്ടിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ ഈ അമ്പലത്തിൽ ഒരു കളയെഴുത്തും പാട്ട് നടത്തണമെന്ന് അതിൽ പറയുകയുണ്ടായി, പ്രശ്നത്തിൽ പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഏപ്രിൽ 21 കൊടിയേറ്റ ദിവസം രാവിലെ 9:30 മുതൽ രാത്രി 10:30 വരെ നമ്മുടെ അതിൻ്റെ ചടങ്ങ്, കളയെഴുത്തും പാട്ട് ചടങ്ങും ഇവിടെ നടക്കും. അത് ജ്യോതിഷപ്രകാരമുള്ള കളയെഴുത്തും പാട്ടാണ്. അത് എല്ലാ വർഷവും അത് നടത്തണമെന്നാണ് നമ്മളോട് അദ്ദേഹം ആ ജ്യോതിഷ പ്രശ്ന ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നിറവേറ്റുകയാണ്. അതുപോലെ തന്നെ ഭരണി നാളിൽ 28 തീയതി ഭരണി നാളിൽ താന്ത്രിക വിധിപ്രകാരം ഒരു പൂജ അമ്പലത്തിൽ ആദ്യകാലങ്ങളിൽ നടത്താറില്ല. പക്ഷേ അത് ഈ വർഷം മുതൽ അത് ആരംഭിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയുമായി ആലോചിച്ച് ആ പരിപാടിയും നടക്കുന്നതാണ്. ചേർപ്പ് പഞ്ചായത്ത് പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അദാലത്ത് നടത്തി. ചേർപ്പ് വ്യാപാര ഹാളിൽ നടന്ന അദാലത്ത് ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അരുൺ, ട്രഷറർ KK മോഹനൻ, യൂത്ത് വിംഗ് സെക്രട്ടറി KG രതീഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 100-ലധികം വ്യാപാരികൾ അദാലത്തിൽ പങ്കെടുത്തിരുന്നു. താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. വാർഡംഗം ആൻഡോ തുറയൻ വിദ്യാർത്ഥി സോല സന്തോഷിന് പതാക കൈമാറി ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ദൃശ്യമാധ്യമങ്ങളെടുത്താൽ എല്ലാം കാണുന്നത് മകൻ അച്ഛനെ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു എന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അതിനെതിരെ ശക്തമായ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഓരോ വാർഡ് തലത്തിൽ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ്സും ഒക്കെ ആരംഭിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് മാതൃകയായിട്ടാണ് ഇന്ന് 5-ാം വാർഡിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു റാലി നമ്മൾ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ
എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വാർഡിന്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാവരും നമ്മോടൊപ്പമായിരിക്കുകയാണ്. AR റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര പെരിങ്ങോട്ടുകര നാലംകുടി സെന്ററിൽ സമാപിച്ചു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, CWF ആതിര, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് VK പ്രദീപ്, ആശാ വർക്കർ സുശീല രാജൻ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബൈജു ബാലൻ, ലൂയിസ് താണിക്കൽ, രേണുക റിജു, മജീദ് പോക്കാക്കില്ലത്ത്, കിസ്മത്ത്, ലില്ലി ജോസ്, സജിത സുനിൽ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ഹെൽപ്പർമാരായ ഗീത, നിമ്മി, സംഘാടക സമിതി അംഗങ്ങളായ വിൻസെന്റ് കുണ്ടുകുളങ്ങര, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ യോഗോത്സവ് 2025 സംഘടിപ്പിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയം മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ A രാധാകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. ആയുഷ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ റിനി, യോഗ ഇൻസ്ട്രക്ടർ രജീഷ്, ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ, ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 100 ദിവസം 100 നഗരങ്ങൾ 100 സ്ഥാപനങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് യോഗ പ്രദർശനം ആഘോഷിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നടന്ന നാഷണൽ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ യോഗാ താരം ഷിബിനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8360 രൂപ, പവന് 66,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും പ്രീ പ്രൈമറി വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനവും CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്പോർട്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് മഹാത്മാ മൈതാനത്ത് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. UDF നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.